ഹായ് ഓൾ, വെൽക്കം ടു പ്രണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നതും ഒരു സിനിമയുടെ ഒരു പോസ്റ്ററിൻ്റെ ഡീകോഡിങ്ങാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ലൂസിഫർ 2019 ഇറങ്ങിയ ലൂസിഫർ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. L2 എമ്പുരാൻ ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് അറിയിച്ചുകൊണ്ട് അതിൻ്റെ ടീമും ഒരു പോസ്റ്റർ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം പുറത്തു വിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോകണം. ലൂസിഫർ ആണെങ്കിൽ ഇവിടെ മഹാവിജയമായിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളെ ഏറ്റെടുത്ത് ആദ്യത്തെ 200 കോടി കളക്ഷൻ എന്ന മികവ് നേടിയ സിനിമയാണ് ലൂസിഫർ. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി മോഹൻലാൽ ഫാൻസും ജനങ്ങളും കേരള സിനിമ ആസ്വാദകരും ഒക്കെ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇതാ ആ ടീമിൻ്റെ ഭാഗത്തൊരു പോസ്റ്റർ വന്നേക്കാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ആദ്യം തന്നെ ഈ പോസ്റ്റർ കാണുന്ന നേരത്ത് സത്യം പറഞ്ഞാൽ ഇത്ര ഹാൻഡ്സം ആയിട്ട് ലാലേട്ടൻ്റെ ഒരു പോസ്റ്റർ നമ്മളിതുവരെ കണ്ടിട്ടേ ഇല്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞത്. കാരണം ആ കൂളിംഗ് ഗ്ലാസും ആ ഒരു താടിയും ആ ഒരു ജാക്കറ്റും ഡ്രസ്സും പാൻറ്റും ഷൂസും ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ ഒരു ഒറ്റ ലുക്കിൽ കാണുമ്പോൾ ഇത്രയ്ക്ക് ഹാൻഡ്സം ആയിട്ടിയ മനുഷ്യൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒരു എക്സലൻറ്റ് ഒരു പോസ്റ്റർ വാങ്ങി നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റിയിരിക്കണം അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പോസ്റ്ററിൽ എന്താണ് കാണുന്നത് ഒന്ന് വളരെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ കാണാൻ വേണ്ടി പറ്റും. ലാലേട്ടൻ നടുക്കിനെ നിൽക്കുന്നു, കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് അകത്തേക്ക് പോവുകയാണ്. ലാലേട്ടൻ 2 സെക്യൂരിറ്റി ഗാർഡ്സിനോട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ ഒരു കാര്യമാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലൊക്കെ ഗൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ബിൽഡിംഗ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു മേജർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞ് ഒരു ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരു മാസ് വരവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ എന്തൊക്കെയോ കുറച്ച് സ്മോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഏരിയയിലോട്ട് പിന്നെയും സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇത് ഭയങ്കര ഒരു പ്രൊഫഷണൽ സെക്യൂരിറ്റിയാണ്. കാരണം ഒരു ഡോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു അധോലോക നായകൻ്റെയോ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് കണക്കാണ് ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്നിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും കൂടെ വിശദമാക്കി നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു മേജർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഹാൻഡ്സം ആയിട്ട് അല്ലെങ്കിൽ മാസ്സായിട്ട് വന്ന ലാലേട്ടൻ്റെ ആ ഒരു കഥാപാത്രമായ ഖുറേഷി എബ്രഹാമിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ഇതാണ്. അല്ലാതെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറല്ല, ഇത് ഖുറേഷി എബ്രഹാമിൻ്റെ ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പോസ്റ്ററാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ കാരണം കറക്റ്റ്, അതായത് എന്തോ ഒരു മേജർ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ട് വരുന്നതും അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ലാലേട്ടൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഇതിവൃത്തം തീമായിട്ട് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ്. നമ്മൾ ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ്റെ ഇത്ര ഒരു ഹാൻഡ്സം ലുക്ക്, ഒരു മാസ് എൻട്രി എന്ന് പറഞ്ഞാൽ പോരാ. അതിനപ്പുറത്തേക്ക് പറഞ്ഞൊരു കാര്യമാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ. അദ്ദേഹം എങ്ങനെയാണ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ക്ലൈമാക്സ് കണ്ടാൽ മനസ്സിലാവും. ക്ലൈമാക്സിൻ്റെ ആ ഒരു 5 സെക്കൻഡോ 30 സെക്കൻഡോ വരുന്ന ഒരു ലെങ്തി ഷോട്ടിൽ തന്നെ ഇത്ര ഒരു ഹാൻഡ്സമായിട്ട് ഇത്ര ഒരു പെർഫെക്റ്റായിട്ട് ആ കാണിച്ചിരിക്കുന്ന അതേ ലുക്കിൻ്റെ മറ്റൊരു ഡിഫറെൻറ്റ് വെർഷനായിട്ടാണ് ഇപ്പം ഈ ഒരു പോസ്റ്റ് ലാലേട്ടൻ കാണാൻ വേണ്ടി പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നായകന് കൊടുക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും വലിയ ഒരു കിഡിലോസ്കി എൻട്രി ആയിരുന്നു ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സിൽ കൊടുത്തേക്കുന്ന ആ ഒരു മാസ് എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാസ് തന്നെ പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ്. ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രോയോ സെക്കൻഡ് ഇൻട്രോയോ ലാസ്റ്റ് ഇൻട്രോ ആയിരുന്നാൽ പോലും ഇതിനെ മെയിൻ എൻട്രികളെപ്പോലും വെല്ലുന്ന രീതിക്കായിരുന്നു ആ ഒരു ക്ലൈമാക്സ് എൻട്രി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ആ ഒരു തിയേറ്റർ റെസ്പോൺസിനെ ഇന്നും ഞാൻ ഓർക്കുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ് എന്തോ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ശത്രുവിനെ ഡിസ്ട്രക്ഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തിനെ ഡിസ്ട്രക്ഷൻ ചെയ്തിട്ടോ വരുന്ന ഒരു വരവായിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഭീകരവാദികളെക്കാട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു സംഗീതം തകർത്ത് വരുന്നുള്ളൊരു വരവായിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പോസ്റ്ററാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. വെൽ മേക്കിംഗ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആര് ഡിസൈൻ ചെയ്തതെന്നാലും സത്യം ഭയങ്കര സെറ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്താണ് ഇനി L2 എമ്പുരാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. സിനിമയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പെർഫെക്റ്റിൻ്റെ അപ്പുറം പറയണം. സത്യം പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ ഇത്രയും രീതിക്ക് ഡീപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധായകൻ വേറെ കാണത്തില്ലെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് ഈസ് എ വെരി ബ്രില്യൻറ്റ് ആൻഡ് പെർഫെക്റ്റ് ഡയറക്ടർ ഈസ് ഇൻ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. പറഞ്ഞേ പറ്റൂ. സത്യം അത്രയ്ക്ക് പെർഫെക്റ്റ് സംവിധായകനാണ്. അദ്ദേഹത്തിന് കുറച്ച് ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഇത്രയ്ക്ക് അദ്ദേഹത്തെ കൂട്ടണമെങ്കിൽ അതിൻ്റെ സംവിധാന മികവ് നമ്മൾ എത്രയാണെന്ന് ലൂസിഫറിൽ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഒരു ഇത്രയും നാൾ ഇദ്ദേഹം എന്തുകൊണ്ട് സംവിധാനം ചെയ്തതെന്നുള്ള ചിന്തിച്ചു പോകണത് അത്രയ്ക്ക് പെർഫെക്റ്റാണ്. ഇയാളുടെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇനി എമ്പുരാൻ വരുമ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ലൂസിഫറെ തന്നൊരു വൈബിൻ്റെ ഒരു എനർജി നമുക്ക് ഇന്നേ വരെ പോയിട്ടില്ല. അപ്പോൾ എമ്പുരാൻ വരുമ്പോൾ ഏത് രീതി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സോ ഇതൊക്കെയാണ് ആ ഒരു പോസ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റുന്ന
ഫിനിഷിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലാലേട്ടനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാലേട്ടൻ്റെ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ജാക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇതൊക്കെയാണ് ആ ഒരു പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു മാരകമായ ഒരു മേജർ ഓപ്പറേഷൻ, ഒരു ഫിനിഷിങ്, ഒരു ഡിസ്ട്രക്ഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഹീറോ പരിവേഷം എബ്രഹാം ഖുറേഷി. ഇതിനെ ഒരു ഇതാണ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്ര ആ പോസ്റ്റർ പറയാൻ വേണ്ടി പറ്റുള്ളൂ. മരണമാസ് പോസ്റ്റർ എന്ന് വെച്ചാൽ മരണമാസം എന്നുണ്ടെങ്കിൽ പറയേണ്ട പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നൊരു പോസ്റ്റർ. ഇത്രയുള്ള പറയാൻ വേണ്ടി. ഇനി മറ്റ് സിനിമയുടെ ഇഷ്ടമുള്ള പ്രണവ് സൈനിങ് ഔട്ട്. ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അതും കൂടെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മറ്റ് സിനിമ ഇഷ്ടമുള്ള പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.